നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന അവകാശവാദവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനകം തന്നെ യുദ്ധം വിജയിച്ചു എന്നും ഭരണമാറ്റം എന്ന ലക്ഷ്യം കൈവരിച്ചു എന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. ഇത്തരം അവകാശവാദങ്ങൾക്കിടയിൽ പുതിയ മറ്റൊരു അവകാശവും കൂടെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് സമ്മതിച്ചതായും സംഘർഷം അമേരിക്ക വിജയകരമായി അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപിന്റെ വാദം. നിലവിലെ ചർച്ചകളിലും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണ പ്രകൃതിവാതക വിഷയങ്ങളിലും പെന്റഗൺ ആവശ്യമായ പിന്തുണ നൽകിയെന്നും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. ഓവൽ ഓഫീസിൽ വെച്ച് സംസാരിക്കവേ ഇറാൻ ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുടെ സൂചനയാണ് നൽകുന്നതെന്നും ജെഡി വാൻസ്, മാർക്കോ റൂബിയോ, സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ ഉന്നത US ഉദ്യോഗസ്ഥരാണ് ഈ ചർച്ചകൾ സജീവമായി പങ്കെടുക്കുന്നത്. മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഒരു മാറ്റം സംഭവിച്ചതായും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിലവിലെ നേതാക്കൾ മുൻപ് സംഘർഷങ്ങൾക്ക് കാരണമായവരിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് പുലർത്തുന്നതാണെന്നും ഇത് നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു നേട്ടം നൽകിയെന്നും കൂടുതൽ വെളിപ്പെടുത്താതെ ട്രംപ് അവകാശപ്പെട്ടു. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനം ചെയ്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ട്രംപ് അംഗീകരിച്ചിരുന്നു. സംഘർഷത്തിന് സമഗ്രമായ ഒത്തുതീർപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഷെരീഫ് സന്നദ്ധനായിരുന്നു. ഇറാനുമായുള്ള സംഘർഷം വിജയകരമായി അവസാനിപ്പിച്ചതായും US പ്രസിഡന്റ് ഉറപ്പിച്ചു പറഞ്ഞു. ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുകയും മേഖലയിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ്. അതായത് അമേരിക്കൻ സൈന്യം ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയെന്നും മിഡിൽ ഈസ്റ്റിനും ഇസ്രായേലിനും ഉണ്ടായിരുന്ന ആസന്നമായ ഭീഷണി ഒഴിവാക്കി എന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇറാൻ സൈന്യത്തെ അതിവേഗത്തിലും നിർണായകമായും തോൽപ്പിച്ചു എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സൈനിക വിന്യാസങ്ങളിലൊന്നായിരുന്നു ഈ ഓപ്പറേഷൻ എന്നും ഹെഗ്സൻ വാദിച്ചു. ട്രംപിന്റെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിലും ഇത് US ഇറാൻ ബന്ധങ്ങളിൽ ഒരു വലിയ വഴിത്തിരിവാകാം. ആണവായുധങ്ങൾ, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ ഒരു കരാർ പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ സഹായകമാകും. ഇറാനുമായുള്ള സംഘർഷത്തിൽ സൈനിക വിജയങ്ങളെക്കുറിച്ചും നയതന്ത്രപരമായ പുരോഗതികളെക്കുറിച്ചും ട്രംപിന്റെ പ്രസ്താവനകൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്നാൽ തെഹ്റാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇറാനു നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടരുകയാണ്. തെക്കൻ തെഹ്റാനിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 12 പേർ മരിക്കുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന് നേരെയും മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾക്ക് നേരെയും ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിലേക്ക് 1000 അമേരിക്കൻ സൈനികർ കൂടി എത്തും. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി US ഇറാൻ പ്രതിനിധികൾ ഈ ആഴ്ച ആദ്യം ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും നയതന്ത്ര വൃത്തങ്ങൾ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്.